ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ആ പ്രസംഗം ഇങ്ങനെ വൈറലായി. നമ്മുടെ മതത്തിന്റെ ഒരു നിയമങ്ങളും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് എതിരെ അല്ല. അനി ഒന്നുകൂടെ അക്കമിട്ട് പറയാൻ എന്റെ സമയം പോകും, കാരണം ഈ വിഷയം തന്നെ വിശാലമാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ? ഒന്നുമല്ല. നോമ്പ് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ? അല്ല. നമ്മുടെ ഏത് അമലുകളെടുത്ത് നോക്കിയാലും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ രാജ്യത്തിന്റെ നിയമങ്ങൾക്കോ രാജ്യത്തിന്റെ സിസ്റ്റങ്ങൾക്കോ ഒന്നും എതിരല്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അവകാശം, അനുവാദം തന്നിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇസ്ലാമിന്റെ നിയമം ഏത് ലോകത്തും ഏത് ബഹുസ്വര രാജ്യത്തും ഏത് മറ്റുള്ള രാജ്യങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എപ്പോഴും പരിഷ്കൃതമാണ്, എപ്പോഴും അതിന് പത്തരമാറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ കൽപ്പനകൾ ഒരിക്കലും ഉളുഹിയത്തായാലും തലമറയ്ക്കുന്ന വിഷയമായാലും അതൊന്നും എതിരല്ല. ആർക്കും എതിരാകുന്നത് തലയിൽ ചില വിഷയങ്ങൾ കടന്നുകൂടിയിട്ട് വല്ലാത്ത ഒരു സമൂഹത്തോട് അപകർഷതാബോധമുള്ള ചില ആളുകൾക്ക് തോന്നുന്നതാണ് ഹിജാബ് വിവാദം പോലെ. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കരുത് എന്ന് നമ്മളോട് പറയാൻ ലോകത്തൊരു ശക്തികൾക്കും കഴിയില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞിട്ട് ആരെയൊക്കെയാണ് അനുസരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഒരിക്കലൊരു സഹാബി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ആ സഹാബിയും മാത്രമുള്ള ഒരു ചെറിയ വീട് വളരെ സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. ആ പ്രിയപ്പെട്ട മകനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഉമ്മാക്ക്. ആ പ്രിയപ്പെട്ട ഉമ്മ മാതാവ് ആ മകനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഭർത്താവില്ലാതെ ആ പ്രിയപ്പെട്ട മകനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ മകന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് കടന്നുകൂടുകയാ. ആ മകന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം കടന്നു വരികയാണ്. ഹിദായത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖൽബിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യന് കലിമ ചൊല്ലുകയാ. ഈ വിവരമറിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, നീ മുസ്ലിമിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വരണം മോനെ, ഒരിക്കലും അത് നമുക്ക് യോജിച്ചതല്ല, നീ മാറണം മോനെ. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നടക്കൂല, എന്നെ നിങ്ങൾ അതിനു വേണ്ടി പരീക്ഷിക്കേണ്ട ഉമ്മ, ഞാൻ ഇസ്ലാമിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നതാണ്, ഒരിക്കലും നിങ്ങൾക്ക് ഞാനൊരു കുറവും വരുത്തൂല. നിങ്ങൾ മനസ്സിലാക്കണം, പടച്ചവനെ ഒരിക്കലും മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പരുതുമ്മ. ഏകനായ പടച്ചവനാണ് നമ്മുടെ ഖാലിഖ്, അവനാണ് നമ്മുടെ റാസിഖ്, അവനാണ് നമ്മുടെ മാലിക്, അവനാണ് നമ്മളെ ജനിപ്പിച്ചവന്, അവനാണ് നമ്മളെ വളർത്തുന്നവന്, അവനാണ് നമ്മളെ സംഹരിക്കുന്നവനുമ്മ എന്ന് പറഞ്ഞിട്ട് നാഴികയ്ക്ക് 40 വട്ടം ഉമ്മായ ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ. ആ ഉമ്മ അപ്പോഴെല്ലാം മറുപടി പറയുന്നത്, മോനെ, ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വാടാ, ഒരിക്കലും നീ മുസ്ലിം ആകരുത്. ഈ ഉമ്മാടെ നെഞ്ചകം നീറുകയാണ്, പൊന്നുമോനെ നീ വരണമെന്ന് പറയുമ്പോ ആ ഉമ്മയോട് മകൻ പറയുന്നു, ഉമ്മ നടക്കൂല, ഉമ്മ നടക്കൂല ഉമ്മ. ആ ദിവസം തന്നെ പ്രിയപ്പെട്ടവരെ ഉമ്മ ഒരു ശപഥം ചെയ്യുകയാണ്. ആ ഉമ്മ ആണയിട്ട് പറഞ്ഞു, മോനെ, ഒരിക്കലും നീ ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല മോനെ, ഒരു തുള്ളി ജലപാനം ഞാൻ നടത്തൂല മോനെ, ഇനി എനിക്ക് വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട. ആ സമയത്ത് ആ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ കഴിക്കണം ഉമ്മ, നിങ്ങളുടെ ആരോഗ്യം വളരെ പ്രശ്നമാണുമ്മ, നിങ്ങൾ കഴിക്കണം ഭക്ഷണം, നിങ്ങൾ വെള്ളം കുടിക്കണം, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണേ ഉമ്മ, ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കല്ലേ എന്ന് ആ പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറയുകയാണ്. ആ സമയത്തും ആ ഉമ്മ പറഞ്ഞു, മോനെ, ഒരിക്കലും ഞാൻ കുടിക്കൂല. എന്നാണോ ഈ ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് നീ മുസ്ലിമായ നിലയിൽ എന്റെ മുമ്പിൽ വരാതിരിക്കുന്നത്? എപ്പോഴാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടന്നിട്ട് എന്റെ മുന്നിൽ നീ എത്തുന്നത്? ആ സമയത്ത് മോനെ, ഞാൻ കഴിച്ചോളാം, ഞാൻ കുടിച്ചോളാം എന്ന് പറയുമ്പോൾ ഒരു ദിവസം അസ്തമിക്കുന്നു, പിറ്റേ ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ അരുണങ്ങൾ പ്രകടമാവുകയാ. 2-ാം ദിവസം ഉമ്മ തളർന്നു പോകുന്നു. ആ ഉമ്മ കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല. ഒരു മൂലയിൽ ഒരു പഴം തുണി കിടക്കും പോലെ ഉമ്മ കിടക്കുകയാ. ആ ഉമ്മയോട് വന്നിട്ട് മകൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ കഴിക്കണേ ഉമ്മ, ഉമ്മ നിങ്ങൾ വെള്ളമെങ്കിലും കുടിക്കണേ. ആ കിടക്കയിൽ കിടന്ന് വാടിക്കൊടഞ്ഞു കിടക്കുന്ന ചീരത്തണ്ട് പോലെ ആ ഉമ്മ മകനോട് പറഞ്ഞു, പൊന്നുമോനെ, ഇസ്ലാമിൽ നിന്ന് നീ ഒന്ന് പുറത്തു
കൊണ്ടുവരുവോ ഞാൻ കുടിച്ചോളാ, അല്ലെങ്കിൽ ഞാനൊന്നും കഴിക്കില്ല, മരിച്ചാലും കഴിക്കൂല പൊന്നുമോരെ. അങ്ങനെ ആ ദിവസവും അസ്തമിക്കുകയാണ്. കിഴക്കര ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ പ്രകടമാകുന്ന 3-ാം ദിവസം പ്രഭാതം, സുപ്രഭാതം പൊട്ടിവിടരുകയാ. അന്നും ആ ഉമ്മ പട്ടിണി കിടന്നു. അന്ന് വൈകുന്നേരമാകുമ്പോൾ ഒന്ന് എഴുന്നേക്കാൻ കഴിയാതെ കവളൊട്ടിയിട്ട് വയറൊട്ടിയിട്ട് കണ്ണു കുഴിഞ്ഞിട്ട് എല്ലുന്തിയിട്ട് ആ ഉമ്മ വല്ലാതെ ഒരു മൃതപ്രായയെ പോലെ കിടക്കുകയാ. ആ സമയത്താണ് മകനെടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? മോനെ, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, നീ ഇല്ലാതെ ഒരു ലോകം ഈ ഉമ്മക്കില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം വിവരണാതീതമാണ് മോനെ. എന്റെ നെഞ്ചകത്ത് നിന്നെ ഓർത്തിട്ട് നീറ്റലാണ് മോനെ. ആ സമയത്താണ് പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറയുന്നു, പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു ആത്മാവാണ് പടച്ചോൻ തന്നിട്ടുള്ളത്. ആ ആത്മാവ് ശരീരത്തോട് വിട പറഞ്ഞാ നിങ്ങളും മരിച്ചു ഉമ്മ. എന്നിട്ട് റൂഹിനെ അല്ല തിരിച്ചു തന്നിരിക്കട്ടെ, എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ വീണ്ടും മരിച്ചു. 3-ാം ദിവസം റൂഹ് തിരിച്ചു തന്നിട്ട് 3-ാം ദിവസവും പട്ടിണി കിടന്ന് മരിച്ചു ഉമ്മ. അങ്ങനെ 100 റൂഹ് നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കട്ടെ, 100 വട്ടം നിങ്ങൾ ജീവിച്ചെന്നിരിക്കട്ടെ. ആ 100 വട്ടവും നിങ്ങൾ മരിച്ചാൽ ഈ മകൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരില്ല ഉമ്മ. ഒരു 100 വട്ടം നിങ്ങൾ മരിച്ചാലും ശരി, ഈ മകനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ മരണം ഒരു കാരണമാകൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാ. അവസാനം ആ ഉമ്മയ്ക്ക് കഴിക്കേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആണ് നമുക്ക് ഏറ്റവും വലുത്, പ്രിയപ്പെട്ട പ്രവാചകനാണ് നമുക്ക് ഏറ്റവും വലുത്. കൺമുമ്പിൽ നിൽക്കുന്ന വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, പൊന്നുമക്കളെക്കാൾ, എന്തിനേറെ സ്വന്തത്തെക്കാൾ നമുക്ക് വലുത് നമ്മുടെ അല്ലാഹുവാണ്. ആ പടച്ചവനാണ് നമ്മുടെ വലുത്. അല്ലാഹുവിന്റെ ഹബീബാണ് നമ്മുടെ സർവസ്വവും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ആരെയും അനുസരിക്കാൻ പാടില്ല. സന്മാർഗത്തിന്റെ വിഷയത്തിൽ ആര് പറഞ്ഞാലും അനുസരിക്കും, അതിലൊരു തർക്കമില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ആരെ അനുസരിക്കണം, ആരെ അനുസരിക്കരുത് എന്ന ഒരു തികഞ്ഞ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ചില ആളുകൾ, ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്താ കാര്യം? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞ് സത്യസന്ധമായി പറഞ്ഞാൽ, ഒരു വേദിയിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ സാഹചര്യങ്ങളുടെയും കാലഘട്ടത്തിന്റെയും ചുവരെഴുത്തുകൾ മനസ്സിലാക്കിയിട്ട് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവണ്ണം അതിങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഞാൻ തെറ്റിക്കുടിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഇവിടെ ഹിജാബ് വിവാദം നടന്നു. നമുക്കാരോടും ഒരു പകയില്ല, ആരോടും നമുക്കൊരു വിദ്വേഷമില്ല, ആരോടും നമുക്കൊരു ദേഷ്യമില്ല, ആരോടും നമുക്കൊരു വെറുപ്പില്ല, ആരോടും നമുക്കൊരു യാതൊരു നിലയിലുള്ള ഒരു പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളുമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരമാണ്, അതിന് പത്തരമാറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ദാടി വെക്കുമ്പോ, ഈ ഇരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാര് ദാടി വെക്കുമ്പോ, അല്ലെങ്കിൽ നാളെ ഇവിടെ വരുന്ന ആശിഖുർ റസൂൽ കേരളത്തിലെ, തെക്കൻ കേരളത്തിലെ ഇത്രയും വലിയ പ്രവാചക പ്രേമിയെ ഞാൻ ഒരുപക്ഷെ വേറെ ആരിലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അധികം പറ്റാവൂല. ബഹുമാനപ്പെട്ട ഏരൂർ ശംസുദ്ദീൻ മദനി, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നാളെ നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേരുന്നു. നാളെ ഇവിടെ തങ്ങൾ വരുന്നു. ഇവരുടെയൊക്കെ ദാടി എങ്ങനെയാണ് വർഗീയമാവുക? എന്നാൽ മറുഭാഗത്ത് വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആളുകൾ ദാടി വെക്കുമ്പോൾ അതിന് പൗരുഷം എന്ന് പേര് വിളിക്കുക. വെള്ളിയാഴ്ചകളിൽ ഇപ്പോ ബഹുമാനരായ ഉസ്താദുമാര് ധരിച്ചിരിക്കുന്ന കന്തൂറയിൽ വർഗീയത കാണുക, എന്നാൽ പള്ളിയിൽ അച്ഛൻ ധരിച്ചിരിക്കുന്ന ലോഹയിൽ വർഗീയത കാണാതിരിക്കുക. മുസ്ലിം പെണ്ണ് ധരിക്കുന്ന പർദയിൽ തീവ്രവാദം കാണുക. അതേസമയം കന്യാസ്ത്രീകൾ ധരിക്കുന്ന തിരുവസ്ത്രത്തിൽ അത് കാണാതിരിക്കുക. തൊപ്പി വെക്കും, തലപ്പാവ് ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആണെങ്കിൽ അതിൽ ബോംബ് സംസ്കാരം കാണുക. എന്നാ നേരെ മറിച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് ഏത് ലോകത്തും സഞ്ചരിക്കാൻ കഴിയുന്ന പോലീസ് സേനകളിൽ പോലും അവരുടെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയുന്ന പഞ്ചാബികളായ സിഖ് മത വിശ്വാസികളുടെ ദാടിയിൽ അത് കാണാതിരിക്കുക. ഇതിന്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത്, ഇതാണ് നമുക്ക് തിരിയാത്തത്. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പെൺമക്കളെ പഠിക്കാൻ വിടുമ്പോ ആ പെൺമക്കളെ ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരിൽ അവിടെ നിറക്കി വിടുമ്പോൾ
എന്റെ മകൾക്ക് നല്ല ചടുലമായ ക്ലാസ് കിട്ടുന്നുണ്ട്, എന്റെ മകൾക്ക് നല്ല സമ്പൂർണമായ ഒരു അധ്യാപനം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിന്റെ മകളെ തലമറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വിടാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത്? തലമറയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് അതിന് കഴിയില്ല. എന്റെ ഇസ്ലാം എന്നോട് പറഞ്ഞത് എന്റെ തലയുടെ ഒരു രോമം പോലും ഔറത്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട്, നിന്റെ ദീനിയായ ഒരു ഉപദേശം അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ആ മകളെ കൈപിടിച്ച് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥാപനത്തിലാക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് ഒരു മുസ്ലിം പെണ്ണിനുള്ളത്? പ്രിൻസിപ്പൽ പറഞ്ഞു എന്നതിന്റെ പേരില്, അല്ലെങ്കിൽ സഭയുടെ മേലധ്യക്ഷന്മാര് പറഞ്ഞു എന്നതിന്റെ പേരില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ അങ്ങ് അഴിച്ചുവിടാൻ നമുക്ക് കഴിയുമോ? നാളെ പരലോകം എന്ന ഒരു ലോകത്ത് നമുക്ക് പോകണ്ടേ? പടച്ചവന്റെ മുന്നിൽ നമുക്ക് നിൽക്കണ്ടേ? മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കണ്ടേ? നാളെ റബ്ബിന്റെ കോടതിയിൽ കയ്യും കെട്ടി സമാധാനം പറയണ്ടേ? അപ്പൊ ഇവരൊക്കെ ഉണ്ടാവുമോ അവിടെ? ഇവരൊക്കെ വരുവോ? വരില്ല. അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായിട്ടൊരു കാര്യമാണ് എങ്കിൽ അനുസരിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം ഖുർആനിന്റേതാണ്. ഞാൻ ഇനി നിങ്ങളോട് പറയുന്നത്, ചില ആളുകളോട് നമ്മൾ അനുസരണയും പാടില്ല, ആദരവും പാടില്ല, അവർ ഒരു ബഹുമാനത്തിന് പോലും അർഹരല്ല. അവരോട് നമുക്കൊരു പ്രതിബദ്ധതയും വേണ്ട, അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റും വേണ്ട. അവരാരാണ്? ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച നമ്മൾ കൃത്യമായി ഓതുന്ന ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ കഹ്ഫ്. അള്ളാഹു ഓതാനുള്ള തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. വെള്ളിയാഴ്ച ഓതണം. പണ്ടുകാലങ്ങളിൽ വ്യാഴാഴ്ച കഴിഞ്ഞാൽ സാമ്പ്രദായിക പള്ളി ദർസുകളിലൊക്കെ വ്യാഴാഴ്ച കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുതൽ ലീവാണ്. ഉച്ച മുതൽ വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവാണ്. വെള്ളിയാഴ്ച അസർ വരെ. എന്താണെന്നറിയോ? കുളിക്കാനും നനയ്ക്കാനും നഖം വെട്ടാനും ദാടി ഒതുക്കാനും മീശ വെട്ടാനും തുണി അയൺ ചെയ്യാനും അതുപോലെ തന്നെ വൃത്തിയാക്കാനും പള്ളിയും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാനും വീടുകൾ വൃത്തിയാക്കാനും വെള്ളിയാഴ്ച എന്ന ആ മനോഹരമായ ദിവസത്തെ വരവേൽക്കാൻ വേണ്ടി ഒരു സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ, അഥവാ നമ്മുടെ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമ്പ്രദായികമായ പള്ളി ദർസുകളും കോളേജുകളും അതിന് സന്നദ്ധമായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് അറിയുന്നത് പള്ളിയിലെ മുസ്ലിയാരുടെ പ്രസംഗം കേൾക്കുമ്പോഴാണ് പലരും. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ? ചില ആളുകൾ അറിയുന്നത് അപ്പോഴാണ്. ആളുകളെ കൂട്ടം കൂടി പള്ളിയിലേക്ക് പോകുന്ന ചില ആളുകളെ കാണുമ്പോ ഇന്നെന്താ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത്? അപ്പോഴാണ് പറയുന്നത് വെള്ളിയാഴ്ച. ഒന്ന് വെള്ളിയാഴ്ചയാണല്ലേ? ഇന്നെന്തായാലും പള്ളിയിൽ പോകാൻ സമയമില്ല. ആ ഒരു നിലയിലേക്ക് ആഫ്റ്റർ കോവിഡാനന്തര നമ്മുടെ സംസ്കാരം ആ നിലയിൽ എത്തിച്ചേർന്നു. അത് വലിയ ചെറിയ കാര്യമല്ല, അത് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, ഒരു വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽ പിറ്റേ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് വരെ ഓതൽ സുന്നത്തായ ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ കഹ്ഫ്. ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതുന്നവരുണ്ട്. ഈ സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇങ്ങനെ ഓതി വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനിടയിൽ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് അല്ലാഹു തആല പറയുന്നുണ്ട്. 128-ാമത്തെ ആയത്തിൽ 28-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ നമ്മളോട് പറഞ്ഞു, ചില ആളുകളെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. ആ ആയത്തിൽ തന്നെ 3 സ്വഭാവമുള്ള ആളുകളോട് അനുസരണ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. 3 സ്വഭാവമുള്ള ആളുകളോട് അനുസരിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത്, ഒന്ന്, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് അനുസരണ പാടില്ല. അവരെന്ത് പറഞ്ഞാലും ദീനിന്റെ കാര്യം പറഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ തള്ളിക്കളയണം. കാരണം എന്തെന്നറിയോ? അവർ നമ്മളെ ചാടിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വതബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. സഹോദരങ്ങളെ, സൂറത്തുൽ കഹ്ഫ് ഓതി വരുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മധ്യഭാഗമാണ് സൂറത്തുൽ കഹ്ഫ് നിലകൊള്ളുന്നത്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല ചരിത്രങ്ങൾ 4 പഠിപ്പിക്കുന്നുണ്ട്. ആ സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച ഓതാ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ഇപ്പുറം ഓതി ഖളാ വീട്ടിൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചു ഉലമാക്കള്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുകയാണ്, ഈ വിഭാഗത്തോട്
വിഭാഗത്തോട് നമ്മളൊരു പ്രതിബദ്ധത വേണ്ട, ഈ വിഭാഗത്തോടൊരു കമ്മിറ്റ്മെന്റ് വേണ്ട, ഈ വിഭാഗത്തോട് നമ്മളൊരു അനുസരണയും പാടില്ല. അള്ളാഹു അനുസരിക്കല്ലേ, പിൻപറ്റല്ലേ, വഴിപ്പെടരുതേ, ആദരിക്കല്ലേ, ബഹുമാനിക്കല്ലേ എന്ന് പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗത്തെ അള്ളാഹു പറയുമ്പോ അതിൽ തന്നെ 3 സൈസ് ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ അള്ളാഹു പറഞ്ഞത് ആരെയാണ്? വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വതബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. പ്രിയപ്പെട്ടവരെ, ആരാണവരെന്നറിയോ? അതിൽ അള്ളാഹു പറയുന്ന ഒന്നാമത്തേത് വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. എന്നെ മറന്നിട്ട് അശ്രദ്ധനായി ജീവിക്കുന്നവനെ നിങ്ങൾ അനുസരിക്കരുത്. ഞാനെന്ന് പറയുന്ന സൃഷ്ടാവിനെ മറന്ന് ജീവിക്കുന്ന താന്തോന്നിയായ തോന്നിയാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന് എന്നെപ്പറ്റി ഒരു ധാരണയില്ല, എന്നെപ്പറ്റി ഒരു ചിന്തയില്ല. അവന് ഞാനെന്ന് പറയുന്ന സൃഷ്ടാവിനെ പറ്റി ഒരു ഓർമ്മ പോലും അവന്റെ ജീവിതത്തിലില്ല. അവന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഓർക്കപ്പെടുന്നില്ല, അവന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അവന്റെ സാമൂഹിക ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ശ്രദ്ധേയമാകുന്നില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കാൻ പാടുള്ളതല്ല. സഹോദരങ്ങളെ, പടച്ചവനെ മറന്ന് താന്തോന്നിയായി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹുവിന്റെ റസൂലെന്ത്, പടച്ചവനെന്ത്, പടച്ചവന്റെ ദീനെന്ത്, ഇസ്ലാമിന്റെ സംസ്കാരമെന്ത്, അവർക്ക് മദ്രസയെന്ത്, അവർക്ക് ദീനെന്ത്, അവർക്ക് പള്ളിയെന്ത്, ഇതൊന്നും അവരുടെ പ്രശ്നമേ അല്ല. അവരുടെ ജീവിതത്തിൽ പടച്ചവന് സ്വാധീനം ചെലുത്തുന്നില്ലെന്ന് മാത്രമല്ല, അള്ളാഹിനെ പറ്റിയുള്ള ഒരു ചിന്ത പോലും അവരുടെ ജീവിതത്തിലില്ല. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരോടാണെന്നറിയോ? ഉപമിച്ചത് ആരുമായിട്ടാണ് കമ്പയർ ചെയ്തതെന്നറിയോ? അള്ളാഹു മറ്റൊരു അധ്യായത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ പറ്റി പറയുന്നത് ഉലൈക അവര് നാൽക്കാലികളെ പോലെയാണ്, അവര് നാൽക്കാലികളെ പോലെയാണ്, അവര് ശോനന്മാരെ പോലെയാണ്, പന്നികളെ പോലെയാണ്, കഴുതകളെ പോലെയാണ്, ഒട്ടകത്തെയും കുതിരയും പോലെയാണ്. ആ കുതിരയ്ക്കും ഒട്ടകത്തിനും കഴുതയ്ക്കും നായയ്ക്കും അല്ലാഹു തആല എന്ന ചിന്തയില്ലല്ലോ. അവർക്ക് പടച്ചവനെന്ന് പറയുന്ന അല്ലാഹു എന്ന ഖാലിഖിനെ പറ്റി ഓർമ്മയില്ലല്ലോ. അവർക്ക് പള്ളിയിലെ ബാങ്ക് പ്രശ്നമല്ലല്ലോ. അവർക്ക് പിറകാണുമ്പോ നോമ്പ് പിടിക്കണമെന്ന ചിന്തയില്ലല്ലോ. അവർക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളെ പറ്റി ഓർമ്മയില്ലല്ലോ. അവർക്കെന്ത് ആരിഫ്, അവർക്കെന്ത് പടച്ചതമ്പുര, അവർക്കെന്ത് ഔലിയാക്കള്, അവർക്കെന്ത് ദിക്ർ സ്വലാത്ത്, അവർക്കെന്താണ് അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ ഒരു പ്രശ്നമല്ല. അവരെ എല്ലാം അശ്രദ്ധയിൽ കഴിയുന്നവരാ. അവരെ പറ്റി അല്ലാഹു ഉപമ പറഞ്ഞത് ഉലൈക കല്ലനആ, അവര് നാൽക്കാലികളെ പോലെയാണ്, നാൽക്കാലികളെ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നടു റോഡിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എരുമയും പശുവിനെയും കെട്ടിയിരിക്കുന്നത്? ആ വരുന്നത് പള്ളിയിലെ ഉസ്താദാണ്, മഹല്ലിന്റെ പ്രസിഡന്റാണ്, മസ്ജിദുൽ ഹിദാ മസ്ജിദിലെ ആളുകളാണ്, മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ആ മസ്ജിദിന്റെ പുനർനിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ്, നാട്ടിലെ പ്രമാണിമാരാണ് എന്ന ചിന്ത എരുമയ്ക്കും പശുവിനുമില്ലല്ലോ. ആ എരുമയ്ക്കും പശുവിനും നാണം മറയ്ക്കണമെന്ന ബോധം പോലുമില്ല. കാരണം വരുന്നത് ആരോ ആകട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. വഴിയിൽ നിൽക്കുന്ന കാളയ്ക്കും അതുപോലെ പ്രിയപ്പെട്ടവരെ പോത്തിനെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുവഴി ഏത് പെണ്ണ് പോയാൽ താൻ വിവസ്ത്രനാണ്, താനിതാ നാണം മറയ്ക്കാതെ നിൽക്കുകയാണ്, താൻ നഗ്നത വെടിവാക്കി നിൽക്കുകയാണെന്ന ബോധം കാളയ്ക്കില്ല, പോത്തിനില്ല. എന്തുകൊണ്ടാണ്? അവരെ നാൽക്കാലികളാണ്. അവർക്ക് ഈ പറഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. അവർക്ക് പിറന്നു വീണുന്ന ആടിന്റെ കുട്ടി അത് വളർന്നു വരുമ്പോൾ ഏത് ആടാണോ തന്നെ പ്രസവിച്ചത് അതുമായിട്ട് ഇണ ചേർന്നിട്ട് വീണ്ടും കുട്ടികൾ ഉണ്ടാവുകയാണ്. സ്വന്തം മക്കളെ പോലെ പീഡിപ്പിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ഉമ്മയെ പോലെ കടന്നു പിടിച്ച് മാനഭംഗം ചെയ്യുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം സഹോദരിയെ പോലും ബലാത്സംഗം ചെയ്യാൻ മടി കാണിക്കാത്ത ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. പറക്കമുറ്റാത്ത ചെറിയ കുഞ്ഞ് തന്റെ മുന്നിൽ കടന്നു വരുമ്പോൾ 10 രൂപയുടെ മിഠായി കൊടുത്തിട്ട് അവന്റെ കാമം തീർക്കാനുള്ള കാമകശ്മലനായി കഴുകനായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താ നമ്മളുള്ളത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവനും മൃഗതുല്യനാണ്, ഇവനും മൃഗത്തെ പോലെയാണ്. എന്നാ
എന്നാൽ ഇവന്റെ സ്വഭാവം നിലവിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കഴുതയ്ക്ക് നാണക്കേടാ, ഇവന്റെ നിലവിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പന്നിക്ക് നാണക്കേടാ. അതുകൊണ്ട് പടച്ച തമ്പുരാ പന്നിയുടെ സൃഷ്ടാവല്ലേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നായയുടെ സൃഷ്ടാവല്ലേ, അല്ലാഹു മനുഷ്യന്റെയും സൃഷ്ടാവല്ലേ. അതുകൊണ്ട് ഒരു പടി കൂടി പടച്ചവൻ ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, അവന് നാൽക്കാലികളെ പോലെയല്ല, ബൽഹും അവല്ലു, അതിനേക്കാൾ നികൃഷ്ടനാണ്, അതിനേക്കാൾ നീചനാണ്. തന്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന മുതിർന്ന വ്യക്തികളെ, നാൽക്കാലികളെക്കാൾ ഏറ്റവും മോശപ്പെട്ട നികൃഷ്ടനാണ് നീ എന്ന് പറഞ്ഞത് ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോദിയാം. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഹിറാ ഗുഹരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, പുരാതന കാലത്തെ പ്രാകൃതന്റെയും പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെയും മനോമുഖരത്തിലെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആൻ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവനാണ്. മൃഗങ്ങളോട്, സ്വന്തം ഭാര്യയോട് ചെയ്യും പോലെ മൃഗങ്ങളോട് കാണിക്കുന്നവൻ. ആലോചിച്ചു നോക്കിയേ, മൃഗങ്ങൾക്ക് പോലും സ്വസ്ഥതയില്ലാത്ത ഒരു ലോകത്ത് മൃഗതുല്യനായി അല്ല, ബൽഹും അളല്ല്, അതിനേക്കാൾ നികൃഷ്ടനാണ് എന്ന് ഖുർആൻ പറഞ്ഞ വിഭാഗമാരാണ് ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരാണ് അശ്രദ്ധയോടെ ജീവിക്കുന്നവൻ. ആ അശ്രദ്ധയുള്ളവനെ വലാ തുതിഉമൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, ഹൃദയത്തിൽ ജ്ഞാനെന്ന സൃഷ്ടാവില്ലാത്തവൻ, എന്നെപ്പറ്റി ഓർമ്മയില്ലാത്തവൻ, എന്നെപ്പറ്റി യാതൊരു നിലയിലുള്ള ചിന്തയുമില്ലാത്തവനെ നിങ്ങൾ അനുസരിക്കുകയും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെന്ത് ന്യായമാണ് അവരെ ആദരിക്കാൻ, അവരെ അംഗീകരിക്കാൻ? നമുക്കെന്ത് ന്യായമുണ്ട്? പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ഭാഷയാണ് അവരെ നിങ്ങൾ അനുസരിക്കരുത്. പിന്നെന്താ ആയത്തിൽ പറഞ്ഞത്? വത്തബഅ ഹവാഹു, വത്തബഅ ഹവാഹു. ജീവിതത്തിലെ ജഡികേച്ഛയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ചില ആളുകളുണ്ട്, ശരീര ഇച്ഛയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളോടും നമുക്കൊരു ആദരവും കമ്മിറ്റ്മെന്റും അനുസരണയും പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഈ വിഭാഗത്തെ അല്ലാഹു തആല ഉപമിച്ചത് ആരുമായിട്ടാണ് അല്ലാഹു തആല കമ്പയർ ചെയ്തതെന്നറിയോ? വത്തബഅ ഹവാഹു, തന്നിഷ്ടത്തെ ദൈവമാക്കുന്നവൻ. അവൻ എന്താണോ തോന്നുന്നത് അത് നടപ്പിലാക്കും. അവൻ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ തന്റെ മോഹം, അത് തന്നെയാണ് അവനെ നയിക്കുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ. അവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു സംസ്കാരത്തിന്റെ, അല്ലെങ്കിൽ നമ്മളൊരു നിലപാടുള്ള, അല്ലെങ്കിൽ നമ്മളൊരു കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കേണ്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. നമുക്കങ്ങനെ തോന്നിയത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തോന്നുകയാണ് കള്ളു കുടിക്കണം, അവനത് ചെയ്യും. ഇപ്പൊ തോന്നുകയാണ് വ്യഭിചരിക്കണം, അവന്റെ മുമ്പിൽ അത് വേറെ ആരും എന്നുള്ളത് പ്രശ്നമല്ല. കഴിഞ്ഞ കുറെ നാളുകളായി ലക്ഷ്മിഭായി തമ്പുരാട്ടി എന്ന് പറയുന്ന കവടിയാർ കൊട്ടാരത്തിലെ അവസാനത്തെ റാണി, നമുക്കറിയാം, കൊട്ടാരത്തിൽ അവശേഷിക്കുന്ന ആ തമ്പുരാട്ടി ലക്ഷ്മിഭായി തമ്പുരാട്ടി, അവർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 18ഉം 20ഉം വയസ്സായ ചെറുപ്പക്കാരി പെൺകുട്ടികൾ മോശമായ വസ്ത്രധാരണത്തോടുകൂടി ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് വരുമ്പോ ആ ചെറുപ്പക്കാരുടെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ വേഷം കാണുമ്പോൾ ഒരുതരം വികാരമുണ്ടാവുകയും ആ വികാര ശമനത്തിനു വേണ്ടിയിട്ട് 4 ഭാഗങ്ങളിലും അവർ എങ്ങനെയാണ് അതിനൊരു പരിഹാരം എന്നതിനെ പറ്റി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ചെറിയ മക്കൾ അവരുടെ മുന്നിലെത്തപ്പെടുക. ആ സമയത്ത് അവിടെയെങ്കിലും ആ വികാരത്തിന്റെ ശമനത്തിനു വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാര് കണ്ടെത്തുന്ന മാർഗമാണ് ഇന്ന് പോക്സോ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥയെന്ന് പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ റാബിയത്തുൽ അദവിയ അല്ല, നഫീസത്തുൽ മിസ്രിയ അല്ല, ഖദീജത്തുൽ കുബ്ര അല്ല, ലക്ഷ്മിബായി തമ്പുരാട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ശരിയല്ലേ? എന്നിട്ട് അവരൊരു ഉദാഹരണം പറഞ്ഞ എന്താണെന്നറിയോ? കതിന വെടി പൊട്ടിക്കുന്നത് പോലെയാണ് അത്രേ. തിരികൊളുത്തുന്നത് നിലത്ത് വെച്ചാണെങ്കിലും പൊട്ടുന്നത് മേപ്പോട്ട് പോയിട്ടാണ്. കണ്ടത് 18 വയസ്സുകാരിയുടെ വസ്ത്രമാണ്. പക്ഷേ അവന്റെ മനസ്സിൽ മൊട്ടിട്ട മോഹത്തിന്റെ ശമനം, പൂർത്തീകരണം നടന്നത് 8 വയസ്സുള്ള പെൺകുട്ടിയിലാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു പെണ്ണിന് മോഹം, തനിക്കിപ്പോ പുതിയൊരു ഫാഷൻ ഇറങ്ങിയിട്ടുണ്ട്, ലൈവ് ഉള്ളത് കൊണ്ട് പറയുന്നതിന് പരിമിതിയുണ്ട്. കാരണം ഇത് കാത്തിരിക്കുന്ന കുറെ
ആളുകളുണ്ട്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഞാൻ വെള്ളിയാഴ്ച നേരത്തെ ഞാൻ പറഞ്ഞൊരു വിഷയം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? തമ്മിൽ കമ്പയർ ചെയ്തു. മുസ്ലിമിന്റെ വേഷം മാത്രം നിങ്ങൾക്ക് എന്താ ഇത്ര ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോ കൂടെയുള്ള ആളിനെ വിളിച്ചു. ഒരു സഹോദരൻ, ആരാന്നെങ്കിലും അറിയില്ല, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആ പ്രസംഗിച്ചത് ശരിയാണോ? ആ പ്രസംഗിച്ചത് ശരിയല്ലല്ലോ നിങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ക്രിസ്ത്യാനികളെ മുഴുവനും ആക്ഷേപിച്ചു. ഞാൻ ചോദിച്ചു, താങ്കൾ ആ പ്രസംഗം മുഴുവനും കേട്ടോ? കുറച്ച് കേട്ടു. താങ്കൾ ഫുള്ളും മുഴുവനും ഒന്ന് കേട്ടിട്ട് വായോ, എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചെങ്കിൽ ഞാൻ ചോദിച്ചേനെ, മുഴുവനും കേട്ടോ? കേട്ടെങ്കിൽ നേരെ പോയിട്ട് ആ അധ്യാപിക, ആ പ്രിൻസിപ്പളായ, ഇംഗ്ലീഷിൽ വളരെ നൈപുണ്യം നേടിയ ആ സ്ത്രീയോട് ഒരു ഉപദേശം കൊടുത്തിട്ട് വാ, പിന്നെ എന്നെ ഭരിക്കാം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ വിളിച്ചിട്ടില്ല. ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും കിട്ടാൻ. ചില യമുക്കൾ, യമു എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം, ചില നിരീശ്വരവാദികൾ, അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നതിന് പരിമിതികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മളൊന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ, 18ഉം 20ഉം വയസ്സായ കുട്ടികളുടെ മനസ്സിനകത്തൊരു തോന്നലുണ്ട്, അവർക്ക് ഇന്ന വസ്ത്രം ധരിക്കണം. അവര് നടന്നു പോകുമ്പോ പാൻറില്ല, അവരുടെ ടോപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കത്തക്ക വണ്ണം ഇങ്ങനെ ചുരുട്ടി മുട്ടിന്റെ മുകളിൽ വരെ കയറ്റി വെച്ചിരിക്കുന്ന പാൻറ്. ഇതെവിടെ നിന്ന് കിട്ടിയ സംസ്കാരമാണ്? മാന്യമായി ഔറത്തു മറച്ച് മാന്യമായി നടക്കുന്ന പെൺകുട്ടികളെയല്ല ഇസ്ലാമിന് വേണ്ടത്. അവരല്ലേ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത്? മറ്റ് സമുദായക്കാർക്ക് മാതൃകയാകേണ്ടത് മുസ്ലിം പെൺകുട്ടികളാണ്. ഞാൻ വേദനയോടെയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുകയാണ്, നമുക്കും പെൺമക്കളുണ്ട്. നാളെ എന്താകുമെന്നുള്ളത് ആർക്കും നിർണയിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ബോധമുള്ളപ്പോൾ നമുക്ക് വാപ്പ എന്ന് പറയുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള നിലയ്ക്ക് നമ്മുടെ മക്കളോട് കൃത്യമായ ഒരു നിബന്ധനയോടെ, കൃത്യമായ ഒരു ഇടപെടലിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിലക്കി നിർത്തണം. ഇങ്ങനെയുള്ള വസ്ത്രം പാടില്ല മക്കളെ എന്ന് പറയണം. അവരുടെ തോന്യാസങ്ങൾക്ക് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. തന്നിഷ്ടത്തെ നോക്കി ജീവിക്കുന്നവർ, തോന്യാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ യാതൊരു കമ്മിറ്റ്മെന്റും അവരോട് നമുക്കില്ല. അവരനുസരിക്കാനേ പാടില്ല. അവരെ ഒരിക്കലും നമ്മൾ ആദരിക്കാനേ പാടില്ല. അവര് ബഹുമാനത്തിന് അർഹരല്ല. അവരാദരവർഹിക്കുന്നവരല്ല. വെറുതെ പറയുന്നതല്ല. അങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ട്. അയാൾ പള്ളിയുടെ പ്രസിഡന്റ് അല്ല, അയാൾ പള്ളിയുടെ സെക്രട്ടറി അല്ല, അയാൾ വാർഡ് കൗൺസിലർ അല്ല, അയാൾ ജില്ലാ പ്രസിഡന്റ് അല്ല. അയാൾ ആരാണ്? സാക്ഷാൽ മഹാപണ്ഡിത പ്രതിഭ. മനസ്സിലാക്കണം നിങ്ങൾ, ഒരു വലിയ മഹാനായ പണ്ഡിതനാണ്. തെറ്റിക്കുടിയിലോ ശാസ്താംകോട്ടയിലോ കൊല്ലം ജില്ലയിലോ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഇങ്ങനെ ഒരു പണ്ഡിതൻ പിന്നെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ആരാ പണ്ഡിതൻ? മൂസാ നബിയുടെ കാലക്കാരനാണ്. മൂസാ നബിയുടെ കാലക്കാരനായ പണ്ഡിതന്റെ അവസ്ഥ ചില കിതാബുകളിൽ കാണുന്നത്, അതിന്റെ വിശാലമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. കിതാബുകളിൽ കാണുന്നത്, ആ മനുഷ്യൻ അള്ളാഹുവിനോട് എന്തെങ്കിലും കൈനീട്ടി ചോദിച്ചാൽ കൈ വലിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉത്തരം കൊടുക്കും. അത്രയും വലിയ മഹാപണ്ഡിതൻ. ആ പണ്ഡിതന്റെ പേര് ബൽഅം ബിൻ ബഊറ എന്നാണ്. പക്ഷേ അയാൾ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ ഉലൂമുകൾ തൗറാത്തടക്കം ബൈഹാത്ത് ചെയ്ത് അതിനെ എല്ലാ ഗവേഷണങ്ങളും നടത്തി പഠിച്ച നല്ല നിപുണനായ പണ്ഡിത കേസരിയായിരുന്ന മനുഷ്യൻ അവസാനം കുറച്ച് സാമ്പത്തികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആദർശത്തെ, ആമാശയത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചു. അയാൾക്ക് വലുത് ആമാശയമാണെന്ന ചിന്ത വന്നു. ആദർശത്തിന് 2ാം സ്ഥാനം കൊടുത്തു. പ്രയോറിറ്റി കൊടുത്തത് ആമാശയത്തിനാണ്. ഒരു വലിയ സമ്പത്ത് കൂമ്പാരങ്ങൾ കണ്ടപ്പോ ഞാൻ അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് അഖ്ലദ ഇലൽ അർളി, അയാൾ ഭൂമിയിൽ ശാശ്വതമായി ഈ സ്വത്തുക്കൾ തനിക്ക് ഉപകരിക്കുമെന്ന ചിന്ത വന്നു. അയാൾ അയാളുടെ തന്നിഷ്ടത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞപ്പോൾ, അയാൾ തോന്നിയാസിയായി മാറിയപ്പോൾ അള്ളാഹു അവനെ പറ്റി പറഞ്ഞ ഉപമ ഒരു കള്ളുകുടിയനെ പറ്റി ഖുർആനിൽ പറഞ്ഞില്ല, ഒരു പലിശക്കാരനെ പറ്റി ഖുർആനിൽ പറഞ്ഞില്ല, ഒരു നമസ്കാരമില്ലാത്ത താരിഖു സ്വലാത്തിനെ പറ്റി പറഞ്ഞില്ല, നോമ്പ് പിടിക്കാത്തവരെ പറ്റി അള്ളാഹു അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ നിഷേധിക്കുന്ന കുഫാറുകളെ പറ്റി പോലും അങ്ങനെ ഒരു വാചകം കൊണ്ട് അള്ളാഹു പരിഹസിച്ചിട്ടില്ല. അവിടെയും ഇവിടെയും കൂടിയിട്ട് ഇടയ്ക്ക് തീ കൊളുത്തുന്ന മുനാഫിഖീങ്ങളായ ആളുകളെ പറ്റിയിട്ട് ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞില്ല.
ഇത്രയും വലിയ മഹാപണ്ഡിതനായിരുന്ന ബൽഅം ഇബ്നു ബഊറയെ പറ്റി വത്തബഅ ഹവാഹു, അയാളുടെ തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അയാളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണ് ദൈവമെന്ന് മനസ്സിലാക്കി ജീവിച്ചപ്പോൾ അള്ളാഹു അയാളെ പറ്റി പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്, അവൻ നായയെ പോലെയാണ്, അവൻ നായയെ പോലെയാണ്. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ചകളും സംഘടനകളും ഒരുപാട് നടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പ്രതിപക്ഷത്തുള്ള ആരെയെങ്കിലും അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ എതിരാളിയെ നായ എന്ന് വിളിച്ചു നോക്കട്ടെ, നാളെ കേരളത്തിലെ മുഴുവൻ ചാനലുകളുടെയും ചർച്ച അതായിരിക്കും. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ. ഒരാളെ നായ എന്ന് വിളിച്ചാൽ ആ വിളി ചെറുതല്ല. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ വിളിക്കുകയാണ് മസലുഹു കമസലിൽ കൽബി, അവന് നായയെ പോലെയാണ്, നായയെ പോലെയാണ്. ആരെ പറ്റിയാണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും നല്ല പ്രാവീണ്യം നേടിയ ഇൽമുള്ള, അതബുള്ള, അറിവുള്ള, പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ ജീവിതത്തിൽ എപ്പോഴോ തോന്നിയാസിയായി ജീവിക്കാൻ തുടങ്ങിയപ്പോ, അയാൾ തന്റെ ജീവിതത്തിൽ തന്റെ തന്നിഷ്ടത്തെ പിൻപറ്റാൻ തുടങ്ങിയപ്പോ അല്ലാഹ് പറയുകയാണ് അവന് നായയെ പോലെയാ. അല്ലാഹു പറഞ്ഞു നിങ്ങൾ പിൻപറ്റരുതേ, അനുസരിക്കരുതേ, ബഹുമാനിക്കരുതേ എന്ന് പറഞ്ഞ ഈ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തിൽ പറഞ്ഞ ആയത്തിലെ രണ്ടാമത്തെ വിഭാഗമാണ് അല്ലാഹ് പറയുന്നു വത്തബഅ ഹവാഹു, തന്നിഷ്ടത്തിന്റെ പിന്നാലെ പരക്കം പായുന്നവരോട് കമ്മിറ്റ്മെന്റ് ഇല്ല. വീട്ടിലെ ഉമ്മയാണ് നമ്മളെ വഴികേടിലേക്ക് നയിക്കുന്നതെങ്കിൽ, ആ ഉമ്മയാണ് മോശപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മാതൃകയെങ്കിൽ, ആ ഉമ്മയനുസരിക്കേണ്ട ബാധ്യതയില്ല പെങ്ങളെ. നമ്മുടെ ഭർത്താവാണ് മോശമായ രീതിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത്. കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഒരു പെണ്ണിനെ പ്രാപ്തയാക്കുന്നത് തന്റെ ഭർത്താവാണെങ്കിൽ, ആ ഭർത്താവിനെ അനുസരിക്കേണ്ട ബാധ്യത പെണ്ണിനില്ല. എന്നിട്ട് അല്ലാഹു പറയുന്ന മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? വകാന അംറുഹു ഫുർത്താ,